എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇതാ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആരും ഉറക്കം എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 5 മണിക്ക് തന്നെ അലാറം സെറ്റ് ചെയ്ത് വെക്കും. 5 മണിക്ക് എഴുന്നേക്കാനൊന്നുമല്ല, 5 മണിക്ക് അലാറം സെറ്റ് ചെയ്ത് വെക്കുമ്പോഴേക്ക് ആ അലാറം അടിക്കുമ്പോൾ നമുക്ക് എഴുന്നേക്കാനുള്ള സമയമായി എന്നൊരു തോന്നലുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം അലാറം അടിച്ച് രണ്ടാമത്തെ വട്ടം അടിക്കുമ്പോഴേക്കും നമ്മൾ മൈൻഡിനൊന്ന് പറഞ്ഞ് പഠിപ്പിക്കുക, എന്തായാലും ഒരു 10 മിനിറ്റിനകം എഴുന്നേറ്റാലേ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളിങ്ങനെ അലാറം സെറ്റ് ചെയ്ത് വെച്ച് എഴുന്നേൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 4-5 ദിവസം നമ്മൾ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മൈൻഡ് തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കും ഇന്ന സമയത്ത് എഴുന്നേൽക്കണമെന്ന്. എന്നാലും എങ്ങാനും ഉറങ്ങിപ്പോയാൽ ഇപ്പോഴൊക്കെ നമ്മളെ അവസ്ഥ അറിയാമല്ലോ, രാത്രി ഒരു നേരം ആവും കിടക്കുമ്പോഴേക്ക്. ഇതിപ്പോൾ നമ്മളെന്നല്ല, ഞാനെന്ന് മാത്രമല്ല എല്ലാവരും അങ്ങനെയായിരിക്കും. പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 8:30-9 മണി ആകുമ്പോഴേക്ക് ഭയങ്കര ഉറക്കമാണ്. ഇപ്പോൾ ഒരു 11 മണിയായാലും ഫോണൊക്കെ നോക്കി കേശ് തന്നെ ഇവിടെ ഉറങ്ങുമ്പോഴേക്കും ഒരു നേരം ആവും. പിന്നെ എഴുന്നേക്കണത് നേരത്തെ എഴുന്നേക്കലും എല്ലാം കൂടെ ആകുമ്പോഴേക്ക് ഉറക്കം നല്ല കുറവാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്താ രാവിലത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുളിച്ചൊക്കെ വന്ന് വിളക്കൊക്കെ ഒന്ന് തേക്കണം. നേരം വെളുത്ത് വരണതേ ഉള്ളൂ. 6:15 എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നണം ഇപ്പോഴേക്കും. അപ്പോഴും ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത് വിളക്കെല്ലാം ഒന്ന് തേക്കണം. പിന്നെ ഒരാളൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് സിങ്കിൽ വെച്ചിട്ടല്ലേ വിളക്ക് തേക്കണത്. അത് കണ്ടിട്ട് ഞാനും വെളിയിലൊരു സിങ്ക് സെറ്റ് ചെയ്തെന്ന്. അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. നമ്മൾ ചെയ്യണ ഒരു കാര്യം അതൊരു നല്ലതാണ്, നല്ല പ്രവൃത്തിയാണെന്ന് തോന്നണത് കൊണ്ടല്ല അതൊന്ന് അനുകരിക്കാനായിട്ട് തോന്നണതും. അപ്പോൾ അങ്ങനെ ആ ഒരു കൊച്ചും സിങ്കൊക്കെ സെറ്റ് ചെയ്തിപ്പോൾ അതിലാണ് വിളക്ക് തേക്കണതെന്നൊക്കെ കേട്ടപ്പം വലിയ സന്തോഷം. അപ്പോൾ ഇനി ചെമ്പരത്തി പൂവൊക്കെ നിൽക്കണ കണ്ടില്ലേ, അതൊന്നും ഉറക്കം എഴുന്നേറ്റിട്ട് പോലും ഇല്ല. പിന്നെ പാവം തോന്നും, ഈ ഒരു സമയമാകുമ്പോഴേക്കും അതിനെയൊക്കെ പിച്ചിക്കൊണ്ട് പോകണമല്ലോ. അതൊക്കെ ഒന്ന് വിടർന്ന് വന്നിട്ടില്ല. പക്ഷേ നമ്മളിങ്ങനെ ശാപമോക്ഷം കൊടുക്കും പോലെ ഭഗവാനെ നേദിക്കണതല്ലേ, ഭഗവാനെ അലങ്കരിക്കാനായിട്ട് കൊണ്ടുപോകണതല്ലേ. അപ്പോൾ അതിൽ പരം ഒരു പുണ്യം അവർക്കും കിട്ടാനില്ലല്ലോ. ഇനി ഒന്ന് പുകയ്ക്കണം. അപ്പോൾ ഞാൻ ആ ഒരു സംഭവം കൊണ്ടാണ് പുകയ്ക്കണത്. ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാം അറിയാം. എന്നാലും ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഇതേപോലെ ഒന്ന് ചിരട്ട കരിയിൽ പുകയ്ക്കാറുണ്ട്. അതൊരു പ്രത്യേക മണമാണ്. മറ്റത് വേറൊരു എഫക്റ്റാണ്. പക്ഷേ ഇതാവുമ്പോഴേക്ക് ഇതും വേറൊരു രീതിയാണ്. മൊത്തത്തിലൊന്ന് പുകച്ച് ആ അന്തരീക്ഷം പെട്ടെന്നൊന്ന് ശുദ്ധമാക്കാനായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യണത് കൊണ്ട് സാധിക്കും. അപ്പോൾ കുറച്ച് സമയം എടുക്കും ചിരട്ടയൊക്കെ ഒന്ന് പിടിച്ചൊക്കെ വരാനായിട്ട്. അങ്ങനെ ചിരട്ട കത്തിക്കാനായിട്ട് വെച്ചിട്ടാണ് ഇനി വിളക്ക് കത്തിക്കാനായിട്ടുള്ള പരിപാടികൾ നോക്കിയത്. പിന്നെ വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴേക്ക് ആ ചിരട്ട ഒന്ന് എല്ലാം കത്തി നല്ല റെഡി ആയിട്ടുണ്ടായിരിക്കും. നല്ല കണലാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് നന്നായിട്ട് പുകയ്ക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചില സമയത്ത് എന്തായിരിക്കും എന്നറിയാമോ, നമ്മൾ ചിരട്ട കത്തിച്ച് വെച്ചിട്ട് പോകും. നമ്മൾ പോണതിൻ്റെ ബാക്കിൽ നിന്ന് ചിരട്ട അതങ്ങ് അണയുകയും ചെയ്യും. അല്ലാണ്ട് എങ്ങാനും നമ്മളിപ്പോൾ അറിയാതെ എങ്ങാനും ഒരു തീയിടണടുത്ത് ഒരു ചിരട്ട കിടക്കാമെങ്കിൽ അത് പെട്ടെന്ന് കത്തിപ്പിടിക്കണതും കാണാം. ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയാനായിട്ട്, ചിലപ്പോൾ കേശുക്കുട്ടൻ്റെ സ്വഭാവം കണക്കാണ് ഇതൊക്കെ കാണിക്കുന്നത്. എല്ലാം തലതിരിവേ കാണിക്കുള്ളൂ. രാവിലെ എഴുന്നേറ്റപ്പോഴേക്ക് നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലെന്നല്ല, നമ്മളിപ്പോൾ റൂമൊക്കെ അടച്ച് കിടക്കുമ്പോഴേക്കും ആ തണുപ്പ് ഫീൽ ചെയ്യൂല. പക്ഷേ ഒന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും നല്ല തണുപ്പുണ്ട്. അപ്പോൾ ചിരട്ടയൊക്കെ നല്ല കറക്റ്റായിട്ട് ഇരിക്കുമായിരുന്നു. നമുക്ക് ഈ തീച്ചട്ടി ഉണ്ടല്ലോ, ഇതൊക്കെ പുകയ്ക്കണ ആ ചട്ടി, അത് ഞാൻ ഒരു ദിവസം പുകച്ചിട്ട് അവിടെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. കേശം അതിനെ എടുത്ത് ഒറ്റ കിടക്കും. അതൊരു 16 പീസായി. ഇപ്പോൾ ഒരു പഴയ ചെറിയൊരു മൺകലം ഉണ്ടായിരുന്നു, അതിലാണിപ്പോൾ പുകയ്ക്കണത്. അപ്പോൾ ഇതും പുകച്ചതിന് ശേഷമൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കണം. അവനാണെങ്കിൽ ഇപ്പോൾ മോനിങ്ങനെ ഇതൊക്കെ എടുത്തൊന്ന് പൊട്ടിക്കാനായിട്ടൊക്കെ ഒരു ടെൻഡൻസിയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ ഇപ്പോൾ പുതിയൊരു പ്രാന്ത് തുടങ്ങിയിട്ടുണ്ട്, ചെണ്ട അടിക്കണം, മേളത്തിന് പോകണം, ചെണ്ട കൊട്ടണം, ചെണ്ട പഠിക്കണം. ഇപ്പോൾ എപ്പോൾ നോക്കിയാലും ഇത് തന്നെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് കണ്ടാലും എടുത്തിട്ട് ചെണ്ട കൊട്ടും പോലെ കൊട്ടും. അത് വേറെ ഒന്നുമല്ല, അവൻ്റെ ട്യൂഷൻ സാറ് കിച്ചു ആണെങ്കിൽ ഇങ്ങനെ മേളത്തിനൊക്കെ പോകും, അവൻ ഇങ്ങനെ ചെണ്ട കൊട്ടാനൊക്കെ പോണതാണ്. അപ്പോൾ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ കേശുവിൻ്റെ അടുത്ത് പറഞ്ഞ് അടുത്ത വർഷം കിച്ചു ചേട്ടനെ കൊണ്ട് നമുക്ക് ചെണ്ട പഠിക്കാമെന്ന്. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു പ്രാന്ത്. അങ്ങനെ ജോലിയൊക്കെ വിളക്ക് കത്തിക്കലും ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി കാപ്പി ഉണ്ടാക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇഡ്ഡലിയും സാമ്പാറുമാണ് ഇന്നത്തെയും കാപ്പി. അപ്പോൾ ഇനി ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കണം. പിന്നെ രാവിലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി കുറേ കരിവേപ്പില കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതെല്ലാം കിട്ടുമ്പോൾ എന്ത് പറയാനായിട്ട് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ കറിവേപ്പിലയൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതെല്ലാം കൂടെ അത് ഒടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം കൂടെ ഇനി ക്ലീനാക്കി ഓരോ ടിന്നിനകത്താക്കി അടച്ച് വെക്കണം. അപ്പോൾ അന്നൊക്കെ വെച്ചിരുന്ന കരിവേപ്പിലയൊക്കെ എല്ലാം ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് കരിവേപ്പില എന്ന് പറയാനായിട്ട് കാരണം നമ്മളെ നാട്ടിലൊക്കെ കരിവേപ്പില എന്നാണ് പറയുന്നത്. പിന്നെ കറിവേപ്പില എന്നുള്ളത് കുറച്ച് സ്റ്റാൻഡേർഡാക്കി ഞാൻ പറയണതാണ്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നമ്മളിനി എത്ര സ്റ്റാൻഡേർഡ് ആവാൻ നോക്കിയാലും നമ്മൾ ആ ലോക്കൽ ഭാഷകൾ അറിയാണ്ടൊക്കെ വായിൽ വന്നു പോകുമല്ലോ. അപ്പോഴേക്കും ഒരു പണി കിട്ടി, കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വെട്ടം കാണൂല വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ചായയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ സമയം കൊണ്ട് ഈ കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് എടുത്ത് ടിന്നിനകത്താക്കി അടച്ചു വെച്ചിരുന്നാൽ ഏകദേശം ഒരു രണ്ടര ആഴ്ചത്തേക്കുള്ള കറിവേപ്പിലയായി. പിന്നെ നമ്മൾ ഇത് കൂടുതലിരിക്കുന്ന സമയം ഈ കറിവേപ്പിലയൊക്കെ കൂടുതലിരിക്കണത് കൊണ്ട് അതിൻ്റെ ഉപയോഗവും ഭയങ്കര കൂടുതലാണ്. നമ്മളില്ലാന്നുണ്ടെങ്കിൽ 1-2 ഇലകളൊക്കെ ഇടുള്ളൂ. ഇപ്പോൾ ഒരുപാടുള്ളത് കൊണ്ട് തോന്നും പോലെയൊക്കെയാണ് കറിവേപ്പില ഉപയോഗിക്കുന്നത്. പിന്നെ നല്ല നാടൻ കറിവേപ്പിലയാണ്. ഇതിന് ജീരക കറിവേപ്പില എന്നാണ് പറയണത്. ഭയങ്കര മണമാണ്. കറിവേപ്പിലയിലൊക്കെ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ ഇതാണ് നല്ലത്. നല്ല കുഞ്ഞൻ ഇലയുമാണ്, നല്ല മണവുമാണ് ഇതിന്. അപ്പോൾ അതിനെല്ലാം കൂടെ മാറ്റി വെച്ച് പിന്നെ ഈ പറയും പോലെ കഴുകിയതിന് ശേഷമൊന്നും അല്ല വെക്കണം. നമ്മൾ കഴുകി വെച്ചാൽ എങ്ങനെയായിരുന്നാലും അതിൽ വെള്ളനനവ് കാണും. ആ വെള്ളനനവ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. അല്ലാണ്ട് നമ്മളൊന്ന് ഊരി അങ്ങ് വെച്ചിരുന്നാൽ മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോഴേക്ക് എടുത്തിട്ട് കഴുകി ഉപയോഗിച്ചാൽ മതിയല്ലോ. പിന്നെ ഒന്ന് സൂക്ഷ്മ നിരീക്ഷണമൊക്കെ നടത്തണം. ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ട്. പിന്നെ പച്ച ചിലന്തി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ചിലന്തി അല്ലത് ഇതിലൊക്കെ ഉള്ളത്. ഒരു പച്ച കളറിലുള്ള ഒരു ചെറിയൊരു കുഞ്ഞൻ ചിലന്തി ഉണ്ട്. പിന്നെ അത് ഒരുപാടൊക്കെ കിട്ടിയായിരുന്നു. അതുകൊണ്ട് എല്ലാമൊക്കെ നോക്കി നല്ലതുപോലെ നിരീക്ഷിച്ചും ഗവേഷണം നടത്തിയൊക്കെയാണ് ഓരോ കറിവേപ്പിലയും മാറ്റിയത്. അപ്പോൾ അതാ അമ്മ എഴുന്നേറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പോൾ കറണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതാ ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്ത് ഇഡ്ഡലി ഞാൻ കറണ്ട് പോണതിന് മുമ്പേയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറണ്ട് പോയത് കൊണ്ട് മാത്രം നല്ല ഇരുട്ടായിരുന്നു. നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് വരണതല്ലേ ഉള്ളൂ. അതുകൊണ്ട് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. ഇഡ്ഡലി എല്ലാം റെഡിയായി വന്ന് പിന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നല്ല ഉഴുന്നാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി കിട്ടും. ഈ മിക്കവാറും ചിലപ്പോൾ നമ്മൾ വില കുറഞ്ഞ ഉഴുന്നൊക്കെ വാങ്ങിക്കുമ്പോഴാണ് ഇതിങ്ങനെ നമ്മൾ പൊലിച്ച് കയറൂല എന്ന് പറയൂലേ, പൊലിച്ച് കയറയൂല, ഇഡ്ഡലി കല്ലായിട്ടിരിക്കും. ഇപ്പം നല്ല ഉഴുന്ന് വാങ്ങിയപ്പോഴും പച്ചരിയും നല്ല 5000 പച്ചരിയാണ്. ഇപ്പം പച്ചരി കൂടുതൽ റേഷൻ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങണത്. പിന്നെ അടുത്ത വീട്ടിലുള്ളവരൊക്കെ പച്ചരി വാങ്ങിയിട്ട് അവർ കൊടുക്കും. റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞാൽ ചെറിയൊരു വിലയ്ക്ക്, ചിലപ്പോൾ 1 കിലോ 15 രൂപയ്ക്കൊക്കെയാണ് അവർ തരണത്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ അങ്ങനെയുള്ള പച്ചരി തന്നെയാണ് വാങ്ങണത്. പക്ഷേ ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് 5000 നല്ല കിടിലൻ പച്ചരിയാണ് കിട്ടിയത്. അതുകൊണ്ട് ഇഡ്ഡലിയൊക്കെ നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ വെള്ളക്കാന്താരി നിറയെ കാച്ചു തുടങ്ങി കേട്ടോ. ഒരു പ്രാവശ്യം ഇത് കായ്ക്കാണ്ട് ഫുള്ളങ്ങ് കുരുടിപ്പ് വന്നതാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും ചെയ്താൽ നീ പുഴുത് കള, ഇനി അത് രക്ഷപ്പെടൂലെന്ന്. പക്ഷേ എന്തോ എനിക്ക് മനസ്സ് വന്നില്ല. എന്നെങ്കിലും അത് ഇതേപോലെ ഫുള്ളായിട്ട് കായ്ക്കുമെന്നുള്ള ഒരു ഇതിൽ നിർത്തിയിരുന്നതാണ്. അപ്പോൾ പ്രതീക്ഷ ഒട്ടും തെറ്റിയില്ല, നിറയെ കാച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് കാര്യവും ഇത് തന്നെ, ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വരുമ്പോഴേക്ക് ഇനി അത് നടക്കൂല എന്ന് വിചാരിച്ചാൽ നടക്കൂല തന്നെ. നമുക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് വേണമല്ലോ ജീവിതത്തിൽ, അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനേ നമുക്ക് എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസവും ഒരു പ്രത്യേകിച്ചൊരു സെൽഫ് കോൺഫിഡൻസ് വേണം. എനിക്കത് കുറച്ച് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. അത് ചില കാര്യങ്ങളിൽ അത് നല്ലതാണ്, ചില കാര്യങ്ങളിൽ അത് നല്ലതൊന്നുമല്ല. പിന്നെ ഇനി ആ വെള്ളക്കാന്താരി എടുത്തത് ചമ്മന്തിക്കായിരുന്നു. പിന്നെ സാമ്പാർ ജീരയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് സംഭവങ്ങളും കൂടെയൊക്കെ എടുക്കണം ഇന്നത്തേക്കുള്ള കറികൾക്ക്. പിന്നെ ഇതേപോലെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പം നിജിയുടെ വീഡിയോ കണ്ടതിന് ശേഷം അങ്ങനെ ഒരുപാട് മലക്കറിയൊന്നും വെളിയിൽ നിന്ന് വാങ്ങാറില്ല, ഇതേപോലെ നമുക്ക് വീട്ടിൽ നിന്ന് എടുത്തുനിന്ന് കിട്ടണതോ വീട്ടിൽ നിന്ന് കിട്ടണമുള്ള സംഭവങ്ങൾ വെച്ച് തന്നെയാണ് ഇപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കണതെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം പോലെയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് പേരെങ്കിലും അക്സെപ്റ്റ് ചെയ്യണമുണ്ടല്ലോ, അതൊക്കെ ശരിയാണെന്ന് ഒരു തിരിച്ചറിവ് തോന്നണുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. അപ്പോൾ ഞാനങ്ങനെ സാമ്പാർ വയ്ക്കാനായിട്ടുള്ള സാമ്പാർ ജീരയൊക്കെ എടുത്തിട്ട് പപ്പയ്ക്ക എടുക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ ഒരു പപ്പയ്ക്ക എടുത്തിട്ടുണ്ട്. പപ്പയ്ക്ക വെച്ചിട്ടൊരു ഉടച്ച കറി ഉണ്ടാക്കണം, കിടിലനാണ്. വേറെ എല്ലാ കറികളും മാറി നിൽക്കുന്നത് ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്ന്. അങ്ങനെ പപ്പായയും സാമ്പാർ ചീരയൊക്കെ എടുത്ത് പിന്നെ ഈ ഒരു ചീരയുണ്ടല്ലോ, മടിയൻ ചീര, മടിയന്മാരുടെ ചീര എന്നൊക്കെ വേണമെങ്കിൽ ഈ ചീരയെ പറയാം. വേണമെങ്കിൽ എന്നല്ല, അങ്ങനെ ഒരു പേരും കൂടെ ഉണ്ട് ഇതിന്.
ഇതിന് ഷുഗർ ചീര, ചായ മനസ, അങ്ങനെ ഒരുപാട് പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട്. ഈ ചീരയുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമുക്കിങ്ങനെ വേലിയായിട്ടൊക്കെ നടാം. ഇപ്പോൾ ദാ ചേച്ചി ഇങ്ങനെ വേലി പോലെ ഇവിടെ നട്ടിട്ടുണ്ട്. ഇതങ്ങ് വളർന്ന് പന്തലിച്ചാൽ ഒരു മതിലിൻ്റെ എഫക്റ്റും കിട്ടും. പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചീരയാണ്, ചീരകളുടെ രാജാവെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. പിന്നെ ഇതിന് ഈ മടിയന്മാരുടെ ചീര എന്ന് പറയാൻ കാരണം നമ്മൾ ഇതിൻ്റെ ഒരു കമ്പെടുത്ത് എങ്ങനെ നട്ടാലും അല്ലെങ്കിൽ അവിടെ കൊണ്ട് എറിഞ്ഞിട്ടിരുന്നാലും അവിടെ കിടന്ന് ഇതങ്ങ് മുളച്ചോളും. അപ്പം നമ്മളിതിന് ഒരുപാട് പരിചരണമൊന്നും കൊടുക്കേണ്ട കാര്യവുമില്ല. ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ചെറിയൊരു കുഴി കുത്തി വെച്ചാലും ഇതങ്ങ് പടർന്ന് പന്തലിച്ച് ഇതാ ഇതേപോലെ നിറയെ ഇലകളുമായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് മടിയന്മാരുടെ ചീരയെന്ന് പറയണത്. പിന്നെ മെക്സിക്കൻ ചീരയെന്നൊക്കെ ഇതിന് പേരുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മരിച്ചിന ഇല ഉണ്ടല്ലോ, അതുപോലെയൊക്കെയാണ്. മരിച്ചിന ഇലയുടെ കാര്യം അറിയാമല്ലോ, ചെറിയൊരു സയനൈഡ് എഫക്റ്റൊക്കെ അതിലുണ്ടെന്ന് പറയും. അത് മരിച്ചിനയിലും ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കുറച്ചധികം ഒന്ന് വേവിക്കണം. ഒന്ന് തുറന്ന് വെച്ച് തന്നെ ഇതൊന്ന് കുറച്ചധികം ഒന്ന് വേവിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അത്രയും ഗുണങ്ങളുള്ള ഒരു ചീരയാണ്. പിന്നെ നമ്മൾ പതിവ് പോലെ സാമ്പാർ വെക്കാനായിട്ട് ചേമ്പും തട എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചേമ്പൊക്കെ എല്ലാം അതിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത് മഴ പെയ്യണ സമയത്ത് നിറച്ച് ചേമ്പൊക്കെ വരുള്ളൂ. പിന്നെ ഇതാ ഞാൻ അവിടെ നട്ട ഒരു പച്ചച്ചീര ഉണ്ടായിരുന്നു. ഞാൻ മുന്നേക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ പച്ചച്ചീരയുടെ ഒരു തൈ കൊണ്ട് വെച്ച് പിടിപ്പിച്ചാൽ മതി. അതങ്ങനെ മരം പോലെ വളർന്നിട്ട്, മരം പോലെയെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ആ ഒരു ഹൈറ്റിനൊക്കെ പച്ചച്ചീര അങ്ങ് പൊന്തി വന്നോളും. പിന്നെ നമുക്കത് ഒരുപാട് പ്രാവശ്യം അതിൽ നിന്ന് ചീര എടുക്കാനും പറ്റും. അപ്പോൾ ഇന്ന് ആ പച്ചച്ചീരയും ഈ ചായ മനസ്സയും കൂടെ ചേർത്തിട്ട് ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ പപ്പയ്ക്ക് ഉടച്ച് കറി വെക്കണം, സാമ്പാർ ചീരയും പിന്നെ അതുപോലെ തന്നെ ചേമ്പും തടയൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാറും വെക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. നമ്മളിങ്ങനെ തൊട്ടുള്ള കറികൾ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് കറികൾ നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ എപ്പോഴും പറയാം, ഈ മലക്കറി എന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരംകാരുടെ ഭാഷയാണെന്ന് തോന്നുന്നു. പച്ചക്കറി എന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത്. എനിക്ക് ഈ ചില വാക്കുകളൊന്നും ഇപ്പോഴും അറിഞ്ഞുകൂടാ കേട്ടോ, നമ്മുടെ തിരുവനന്തപുരംകാരുടെ മാത്രം സ്വന്തമാണെന്ന്. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഈ കളിയാക്കിയുള്ള കമൻറ്റുകൾ കിട്ടുമല്ലോ, അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അയ്യോ ഇത് നമ്മുടെ ലോക്കൽ ഭാഷയായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും പച്ചക്കറി നമ്മൾ വിഷം വാങ്ങി കഴിക്കണതിനേക്കാളും നല്ലതല്ലേ ഇതൊക്കെ കഴിക്കണത്. എപ്പോഴും പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ട് മടുത്ത കാര്യമായിരിക്കും. അപ്പോൾ മാക്സിമം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് ഒരു തട്ടിക്കൂട്ട് കറികൾ നമുക്ക് ഒരുപാടെണ്ണം ഇതുകൊണ്ട് വയ്ക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റുമാണ്, നല്ല പച്ച സംഭവങ്ങളല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ സമാധാനമായിട്ട് നമുക്ക് വെച്ച് വിളമ്പി എല്ലാവർക്കും കൊടുക്കാമല്ലോ. അങ്ങനെ ദാ ഞാൻ ഇനി ചേമ്പൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണമുണ്ട്. ചീരയും എല്ലാം റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇട്ട് സാമ്പാറും വെക്കണം, ചീര തോരൻ വെക്കണം. അതൊക്കെയാണ് അടുത്ത പരിപാടി. ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടേ ഉള്ളൂ. ഇതെല്ലാം ഇനി നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. എന്തായാലും ഈ ചീരയിലൊക്കെ ഒരുപാട് പൊടി കാണും. നമ്മളിപ്പോൾ ഫ്രഷായിട്ട് പറിച്ചെടുക്കുന്നതാണെങ്കിലും ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കണതല്ലേ, അല്ലെങ്കിൽ തന്നെ ഒരുപാട് ചെറിയ പൊടികൾ കാണും. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ ഒന്നിങ്ങനെ ഉലച്ച് കഴുകിയാൽ മാത്രമേ അതൊക്കെ പോവുള്ളൂ. അപ്പോൾ എല്ലാം നല്ല ക്ലീൻ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിതാ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് സാമ്പാറിനുള്ള തോരൻ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇതൊക്കെ ഇടണം. ഇപ്പോഴായപ്പോഴേക്ക് കേശു ഉണർന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേശുവിനൊരു കൂട്ടുകാരനുണ്ടെന്ന് ഞാൻ കേശുവിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കുട്ടി കമൻറ്റ് ചെയ്തതാണ് ആളുടെ മോനും കേശുവിൻ്റെ പ്രായമാണെന്ന്. അപ്പോൾ പുള്ളിക്കാരത്തി എൻ്റെ വീഡിയോയിൽ കാണുമ്പോഴേക്കും മോനും വന്നിരിക്കുമെന്ന് കേശുവിനെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ കേശുവിനോട് പറഞ്ഞത് ആരമ്മേ ഏത് കൂട്ടുകാരനെന്നൊക്കെയാണ് കേശു ചോദിച്ചത്. അപ്പോൾ എന്തായാലും മോൻ കാണാത്തൊരു കൂട്ടുകാരൻ കേശുവിനുണ്ടെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ സാമ്പാറിലത്തേക്ക് സാമ്പാർ ചീരയും ഈ ചേമ്പും മാത്രമേ ചേർക്കണുള്ളൂ, വേറെ ഒന്നും ചേർക്കണില്ല. പിന്നെ സവോള ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി തോരൻ പരിപ്പ് വേവിക്കാനായിട്ട് സവോള ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒരു ചെറിയ സവോളയും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് ഇനി ഒരൊറ്റ വിസിലിൽ ഇതും കൂടെ ഒന്ന് എടുത്താൽ നല്ല കിടില സാമ്പാർ തന്നെ കിട്ടും. ആരും പറയൂല ഇതിൽ മലക്കറി ഒന്നും ചേർക്കാതെയാണ് നമ്മൾ സാമ്പാർ വെച്ചിരിക്കണതെന്ന്. നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ, അല്ലാണ്ടൊന്നും ഒട്ടും പിടികിട്ടൂല മലക്കറികളൊന്നും ഇല്ലയെന്ന്. പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ ഇങ്ങനെ സാമ്പാർ വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് സാമ്പാർ ഇങ്ങനെ ചളിച്ച് പോവുകയില്ല. രാത്രി വരെ നല്ല ഫ്രഷായിട്ട് തന്നെ സാമ്പാർ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് മലക്കറികളൊന്നും വെട്ടി വാരിയിട്ട് സാമ്പാർ വെച്ചാൽ മാത്രമേ സാമ്പാറാവൂ എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ്.
പിന്നെ ഇതിൽ ഞാൻ ഇത് മുരിങ്ങക്കോലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ 2 മുരിങ്ങയ്ക്ക കിട്ടിയതാണ്. അപ്പോൾ അതിലൊരു മുരിങ്ങയ്ക്കയും കൂടെ ചേർക്കുന്നുണ്ട്. അതും ഫ്രഷായിട്ട് നമ്മൾ മുരിങ്ങയിൽ നിന്ന് ഒടിച്ചെടുത്ത മുരിങ്ങയ്ക്കയാണ്. അപ്പോൾ സാമ്പാർ അവിടെ ഇനി തിളക്കട്ടെ. ഇനി അടുത്ത് തോരത്തിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. പിന്നെ ഫെബ്രുവരി മാസമായി. ഈ മാസം നമ്മൾ തിരുവനന്തപുരംകാർക്ക് ഭയങ്കര വിശേഷപ്പെട്ടതാണ്. ഫെബ്രുവരി മാസമല്ല, കുംഭമാസം. ഇപ്പോൾ എല്ലാം നേരത്തെയല്ലേ വരണത്, നേരത്തെയും ലേറ്റായി മൊത്തത്തിലൊക്കെ എല്ലാവരും തലതിരിവാണല്ലോ ഈ വർഷം വന്നിരിക്കുന്നത്. അതിവർഷത്തിൻ്റെ ആ ഒരു അതിപ്രസരമായിരിക്കാം. അപ്പോൾ ഇനിയിപ്പം നമുക്ക് കുംഭത്തിലെ പൂരമാണ് നമ്മുടെ ആറ്റുകാലമ്മയുടെ ഉത്സവം, ആറ്റുകാലമ്മയുടെ പൊങ്കാല. നമ്മുടെ പനീടമൂട് അമ്മയുടെ നടയിലെയും പൊങ്കാല കുംഭത്തിലെ പൂരമാണ്. കുംഭത്തിലെ ഉത്രമാണ് കേശുവിൻ്റെ മോൻ്റെ പിറന്നാൾ. അപ്പോൾ പൊങ്കാല കഴിഞ്ഞാൽ നമ്മുടെ പനീരമൂട്ടിലെ ഉത്സവം കഴിഞ്ഞാൽ പിറ്റേന്ന് നമുക്കൊരു കാവുണ്ട്. അവിടെ അയ്യപ്പൻ കാവാണ്. അയ്യപ്പൻ കാവിലെ ആറാട്ട്, അവിടുത്തെ ഉത്സവം തീരണത് കുംഭത്തിലെ ഉത്രത്തിൻ്റെ അന്നാണ്. അപ്പോൾ അന്ന് തന്നെയാണ് മോൻ്റെ നാളും. അപ്പോൾ കേശുവും ഉത്രമാണ്, ഞാനും ഉത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അയ്യപ്പൻ്റെ അടുത്തും കുറച്ചും കൂടെ ഒരു അടുപ്പം കൂടുതലാണ്. അപ്പോൾ ഇനി എല്ലാം കൂടെ കൊണ്ടും ഒരു നല്ല പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മാസമാണ് ഈ ഒരു മാസം. പെട്ടെന്ന് ഇനിയിപ്പോൾ ഉത്സവങ്ങൾ അങ്ങ് തുടങ്ങും. ഉത്സവം ഇങ്ങനെ തുടങ്ങിയാൽ മതിയെന്ന് ഇപ്പം ഇനി വെയിറ്റിങ്ങിലാണ്. പിന്നെ ഇനി നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ഒരു കോവിൽ കാണുമല്ലോ, നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള കോവിൽ. നമുക്ക് എപ്പോഴും അതായിരിക്കും ഏറ്റവും വലുത്. അവിടുത്തെ മൂർത്തിയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ആരാധനാപാത്രവും. അതുപോലെയാണ് പനീടമൂട്ടിലെ അമ്മയുടെ കാര്യവും. അപ്പോൾ എൻ്റെ എല്ലാ കാര്യവും അറിയാമെന്നുള്ള ഒരു അമ്മയാണ്. എന്നെ എപ്പോഴും കൈപിടിച്ച് നടത്തിയിട്ടുള്ള ഒരു അമ്മയാണെന്നും കൂടെ വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്രാർത്ഥിച്ച കാര്യങ്ങളൊന്നും, ആത്മാർത്ഥമായിട്ട് മനസ്സുരുകി വിളിച്ചതൊന്നും അമ്മ ഇതുവരെ വിളി കേൾക്കാതെയൊന്നും ഇരുന്നിട്ടില്ല. അപ്പോൾ ഇനി അമ്മയുടെ നടയിൽ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ വേഗപ്പൊക്കെ കുറവാണ്. അന്നദാനം ചില ദിവസങ്ങളിൽ പ്രഭാത ഭക്ഷണം തൊട്ട് കാണും. പിന്നെ ഉച്ചയ്ക്ക് അന്നദാനം, രാത്രി ലഘുഭക്ഷണം, പിന്നെ പൂജകൾ, വഴിപാടുകൾ, കാര്യങ്ങൾ, പൊങ്കാല എല്ലാം കൊണ്ടൊരു ഓളമാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ചില ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു ഉത്സവം പോലെ തോന്നണം. അങ്ങനെ തന്നെ ഒരു പ്രയോഗം തന്നെ നമുക്കില്ലേ. അപ്പം തന്നെ അറിയാമല്ലോ ഈ ഉത്സവം എന്ന് പറയുമ്പോൾ എന്തുമാത്രം അർത്ഥമാണ് ആ ഒരു വാക്കിന് തന്നെ ഉള്ളതെന്ന്. ഇനിയിപ്പം കേശു ആണെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ ചെണ്ടമേള എവിടെയെങ്കിലും കേട്ടാൽ അയ്യോ നമുക്ക് പോണ്ടേ അമ്മയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഈ പനീരമൂട്ടിൽ ഉത്സവമൊക്കെ വരുമ്പോൾ എന്താവും അവസ്ഥയെന്നൊന്നും അറിയാൻ വയ്യ. എപ്പോഴും അവൻ അവിടെ നിൽക്കണമെന്ന് പറയും മോന്. അങ്ങനെ ചീരയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനിതാ ഒരു പപ്പയ്ക്കയും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇതിന് ഇനി മൊത്തത്തോടെ ചെറിയൊരു പപ്പയ്ക്കായിരുന്നു. വീഡിയോയിൽ കാണുമ്പോഴേക്ക് വലുതായിട്ടൊക്കെ തോന്നുമെങ്കിലും ചെറിയൊരു പിഞ്ച് പപ്പയ്ക്കായിരുന്നു. പിന്നെ ഈ പപ്പ കട്ട് ചെയ്തപ്പോഴേക്കും അതിനകത്തുള്ള കുരു കണ്ടില്ലേ, നിറയെ കുരുവായിരുന്നു. 2 ദിവസം മുന്നേ ചേട്ടൻ ഇങ്ങനെ ഒരു പപ്പയ്ക്ക വാങ്ങിക്കൊണ്ട് വന്നു. അത് നമ്മുടെ നാടൻ പപ്പയ്ക്കൊന്നുമല്ല, വരവ് പപ്പയ്ക്കയാണ്. ഒരെണ്ണം 100 രൂപയായിരുന്നു വില. ഒരു തടിയും പപ്പയ്ക്കായിരുന്നു. അതിൽ കട്ട് ചെയ്തപ്പോഴേക്കും സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ഒരൊറ്റ കുരു പോലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ അങ്ങനെ വാങ്ങിച്ച് കഴിക്കുമ്പോഴേക്കും നമുക്ക് ഈ നാടൻ പപ്പയ്ക്ക് കഴിക്കണം അത്രയും രുചിയൊന്നും അതിന് കാണൂലേ. എന്നാലും അത് കണ്ടപ്പോഴേക്ക് ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ അതാ ഇതുപോലൊരു ഉടച്ച കറി വെച്ച് നോക്കണം. കിടിലനാണ്. പപ്പയ്ക്കൊക്കെ ഇപ്പോൾ കുറച്ച് പറമ്പൊക്കെ ഉള്ളവരുടെ വീട്ടിലാണെങ്കിൽ 1, 2 മൂട് പപ്പ ഇങ്ങനെ ആരും മൈൻഡ് ചെയ്യാണ്ട് തന്നെ തനിയെ വളർന്ന് തനിയെ കാച്ച് ഇങ്ങനെ തനിയെ നിൽക്കണത് കാണാം. അപ്പോൾ ഇതേപോലെ നല്ല പിഞ്ചൊരു പപ്പയ്ക്ക എടുത്തിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിനെ ഒന്ന് വേവിച്ചൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് പകുതി വെച്ചാൽ മതി, ചിലപ്പോൾ തീർന്നില്ലെങ്കിൽ ഇരുന്നാൽ വെറുതെ എടുത്ത് കളയണ്ടേ. അപ്പോൾ അമ്മ പറഞ്ഞല്ല, ഒരു കാര്യം ചെയ്യാൻ അത് ഫുള്ളായിട്ട് നീ കട്ട് ചെയ്തെടുത്തോ എന്ന് പറഞ്ഞു. പിന്നെ ഈ പിച്ചാത്തി കിട്ടിയതുകൊണ്ട് കുറേയൊക്കെ ഒരു നേട്ടമുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ പോളിക്യാബിൻ്റെ ഒരു കത്തിയും കൂടെ വാങ്ങണം. അതൊരു ചെറിയൊരു കത്തിയും കൂടെ വാങ്ങി നോക്കണം. ഇനി നമുക്ക് എപ്പോഴും അടുക്കളയിൽ ഈ നമ്മൾ പെരുമാറുന്ന പിച്ചാത്തി നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മളെ ജോലികൾ ഭയങ്കര ഈസിയാണെന്ന് തോന്നും. അങ്ങനെ ഇതാ പപ്പയ്ക്കയും കട്ട് ചെയ്തെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. തോരത്തിനുള്ളതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പപ്പയ്ക്ക എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കും. നല്ലതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരു 5-6 ഒരു 7-8 വിസിൽ പോയിട്ടും സംഭവം നല്ലതുപോലെ വെന്ത് വന്നില്ലായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ അമ്മ ഉടച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇന്ന് രാവിലെ ഇവിടെ കൊണ്ടുവന്നതാണ് അയല. ചെറിയ അയലയായിരുന്നു. അപ്പോൾ ഇനി അതും കൂടെ അയലക്കറിയും കൂടെയൊക്കെ വെക്കണം. അമ്മ അയല മീനൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോഴാണ് അച്ഛനും മോനും ഉണർന്നു വന്നത്. അപ്പോൾ കേശുവിന് 4 വയസ്സായെങ്കിലും ഇപ്പോഴും കുപ്പിയിലുള്ള പാല് കുടിക്ക് മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല.
എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഗ്ലാസ്സിൽ മോൻ പാല് കുടിക്കണില്ല. അംഗൻവാടിയിലായിരുന്നാലും ഗ്ലാസ്സിൽ കൊടുത്താൽ അവൻ കുടിക്കേയില്ല. അപ്പോൾ ഇനി സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴേക്കും ഈ പാലുകുപ്പിയിലുള്ള പാലുകൂടി മാറുമായിരിക്കും. എങ്ങനെയൊക്കെ മാറ്റും എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരുന്ന പല ശീലങ്ങളും ഇപ്പോൾ മോൻ്റെ കയ്യിൽ നിന്ന് മാറിയിട്ടുണ്ട്. അങ്ങനത്തെ അടിപൊളി ചീര റെഡിയായി, നല്ല ഒരു പപ്പയ്ക്ക കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കേശു പാലൊക്കെ കുടിച്ചിട്ട് വീണ്ടും കുണ്ടണിക്കായിട്ട് വന്നിട്ടുണ്ട്. അമ്മ എന്ത് ചെയ്യുന്നു വെച്ചാൽ രാവിലെ കാപ്പി ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വയ്ക്കുമ്പോഴേക്കും അമ്മ എടുത്തത് അവിടെ കൊണ്ടുവയ്ക്കും. അപ്പോഴേക്കും വെയിലൊക്കെ അടിച്ച് നന്നായിട്ട് ഉണങ്ങും. അപ്പോൾ കേശു അതിനെടുത്ത് ചെണ്ടയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്ത് കണ്ടാലും അവൻ്റെ കണ്ണിലിപ്പോൾ അതെല്ലാം ചെണ്ടയാണ്. ഇനി കുറച്ച് പാത്രങ്ങളും കൂടെ ഉണ്ടായിരുന്നു കഴുകിയെടുക്കാനായിട്ട്. അതും കൂടെയൊക്കെ അങ്ങ് കഴുകി വെച്ചാൽ ആ ഒരു ബുദ്ധിമുട്ടും പണിയൊക്കെ ഒന്നങ്ങ് കഴിയുമല്ലോ എന്ന് വിചാരിച്ച് അപ്പോഴപ്പോഴും തന്നെ ഉള്ള സംഭവങ്ങൾ ഇത് അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കേശുവും അമ്മയും കൂടെ അവിടെ ഒരു അടി നടക്കുകയാണ് വെളിയിൽ. മോൻ എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കണുണ്ട്, അതിന് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുറേ കലങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുകയല്ലേ, അതിനത്രയും അമ്മയുടെ വിളിയും കേൾക്കാം വെളിയിൽ നിന്ന്. പിന്നെ ഞാനും കുറച്ച് ബിസി ആയതുകൊണ്ട് അങ്ങോട്ട് എല്ലാം കേൾക്കണുണ്ടെങ്കിലും അധികം ശ്രദ്ധിക്കാനായിട്ട് പോയില്ല. പോയാൽ ചിലപ്പം ഞാനും കേശുവും തമ്മിലാവും അടുത്ത അടി. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ അതിലോട്ട് തിരിഞ്ഞില്ല. പിന്നെ ഈശ്വര, ഇപ്പോഴാണ് ഞാൻ എൻ്റെ മുടി നല്ലതുപോലെ കാണുന്നത്. ഇത്ര മുടിയേ ഉണ്ടായിരുന്നുള്ളൂ, മുടി അത്രയും കൊഴിഞ്ഞു പോയി. എന്നും പറഞ്ഞ് പനങ്കുല പോലത്തെ മുടിയൊന്നും അല്ല ഉദ്ദേശിച്ചത്, എന്നാലും തെറ്റില്ലാത്തൊരു മുടി ഉണ്ടായിരുന്നു. മുടി എന്താണെന്ന് അറിഞ്ഞൂടാ, അത്രയും കൊഴിഞ്ഞു പോകണുണ്ട്. അപ്പോൾ ഇനി അതിനെന്തെങ്കിലും ഒരു റെമഡി കണ്ടുപിടിക്കണം. അപ്പോൾ കേശുദ തനിയെ വീഡിയോ കണ്ട് തനിയെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഹാരം കഴിക്കാനായിട്ട് എല്ലാവരും റെഡിയായി. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ആയിരുന്നു ഇന്നത്തെ കാപ്പി. ഇനി കേശുവിന് വാരി കൊടുക്കണം, ഇഡ്ഡലി സാമ്പാറും കൂടെ ചേർത്ത്. പിന്നെ ഇഡ്ഡലി സാമ്പാറും കഴിക്കാനായിട്ട് ഞാൻ മോനെ ഒരുപാട് നിർബന്ധിക്കണതുമില്ല. കാരണം ബുധനാഴ്ച ദിവസങ്ങളിൽ അവിടെ നിന്ന് അംഗൻവാടിയിൽ നിന്ന് ഇഡ്ഡലി സാമ്പാറുമാണ് രാവിലെ കൊടുക്കണത്. അപ്പോൾ അവിടെ നിന്ന് പോയി കഴിക്കാം അമ്മയെന്നും പറഞ്ഞു ഒരു ഇഡ്ഡലി വല്ലവിധേനയും കഴിച്ചിട്ട് അവിടെ ഇരുന്ന് ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ, എൻ്റെ സൗണ്ട് അടയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താണ് അവസ്ഥയെന്ന് അറിയാൻ വയ്യ. നല്ല ജലദോഷവും ഉണ്ട്. ജലദോഷത്തിൻ്റെ ഗുളികയൊക്കെ കഴിച്ചായിരുന്നു, എന്നാലും തൊണ്ടയ്ക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ പോലെയുണ്ട്. അപ്പോൾ എനിക്ക് മിക്കവാറും ജലദോഷം വരുന്ന സമയത്ത് പെട്ടെന്ന് ഒച്ചയടപ്പ് വരും. പക്ഷേ ഇപ്പം എന്തായാലും ഇതൊക്കെ വന്നിട്ട് ഇതുവരെ ആ ഒരു സംഭവം വന്നില്ല. 2 ദിവസം കൊണ്ട് ഒച്ചയ്ക്ക് എന്തോ ഒരു പ്രോബ്ലം, ഒരു കരകരപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്താവോ എന്തോ. പിന്നെ ഇളയ നാത്തു വന്നിട്ട് പെട്ടെന്ന് ഞാൻ അങ്ങ് പോയി. ഒരു ബാങ്കിൻ്റെ ആവശ്യമായിട്ടാണ് ചേച്ചി വന്നത്. അപ്പോഴും കൊണ്ടുവന്ന ഒരു ചക്കയാണ്, ചെറിയ ചക്കയായിരുന്നു. ചെറുതായിട്ടൊന്ന് കളറടിച്ച് കളറെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു പിഞ്ച് ടൈപ്പ് മാറി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അമ്മ അതിനെ തോരൻ വെക്കാമെന്നല്ല, അതിന് ചക്കവറ്റലുണ്ടല്ലോ, ചക്കവറ്റൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എനിക്കാണെങ്കിൽ ആ ഒരു പരുവത്തിന് തിന്നാൻ ഒരു രുചിയും ഇല്ല. പക്ഷേ രുചിയെന്ന് പറഞ്ഞാൽ ആ ചക്കയുടേതായ ടേസ്റ്റൊന്നും ഇല്ല, പക്ഷേ നമുക്കിങ്ങനെ തിന്നുകൊണ്ടിരിക്കാം. ഒരു പ്രത്യേക രുചി ഉണ്ട് താനും. കേശുക്കുട്ടൻ വന്ന് കിടന്ന് ഉറങ്ങുകയാണ് അംഗൻവാടിയിൽ നിന്നൊക്കെ വന്നിട്ട്. അപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കാണുമായിരുന്നു. അപ്പോഴേക്ക് ഇനി ഇതിനെ അമ്മ ചുളകളെല്ലാം സെപ്പറേറ്റ് ആക്കി ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് വറുത്തെടുക്കണം, അതാണ് അടുത്ത പരിപാടി. ചക്ക സീസൺ അങ്ങനെ അങ്ങ് ആയില്ല. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴേക്ക് പിന്നെ ചീപ്പായിട്ടുള്ള വിലയ്ക്ക് ചക്ക കിട്ടും. അതുപോലെ തന്നെ മാങ്ങ കിട്ടും. മാങ്ങയുണ്ടല്ലോ, കോട്ടൂർക്കോണം മാങ്ങയാണ്, കോട്ടൂർക്കോണമെന്നില്ല, കോട്ടിക്കോണമെന്നോ അങ്ങനെ എന്താണെന്ന് പറയണത്. ആ മാങ്ങയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ്. ഭയങ്കര ടേസ്റ്റാണ് അതിൽ പഴുത്ത മാങ്ങ കഴിക്കാനായിട്ട്. അതൊക്കെ ഇനി അടുത്ത് വരും മാസങ്ങളിലേ അതെല്ലാം റെഡിയായിട്ട് വരുള്ളൂ. പിന്നെ കേശുവിനെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ടീച്ചർ വന്നിട്ടുണ്ട്. കേശുവിനൊന്ന് അടങ്ങിയിരിക്കുന്ന സ്വഭാവം പണ്ടേ കുറവാണ്. കുറച്ച് സമയം ഇരിക്കും, ഉടനെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അതാണ് മോൻ്റെ സ്വഭാവം. പാട്.
കേശുവിനെ പാട്ട് പഠിക്കാനാക്കിയതിന് ശേഷമാണ് ഞാൻ ശർക്കര വാങ്ങാനായിട്ട് പോയത്. കുറച്ച് ദിവസം കൊണ്ട് അമ്മ പറയാനുണ്ട് നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാമെന്ന്. പിന്നെ ഇടിയപ്പത്തിൻ്റെ മാവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇലയപ്പം ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഇതാ ശർക്കരയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി തേങ്ങയൊക്കെ തിരികെ എടുക്കണം. തേങ്ങയും നെയ്യും ഏലക്കയും എല്ലാം കൂടെയൊക്കെ വേണം ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അമ്മ അവിടെ ഇരുന്ന് ശർക്കരയൊക്കെ ചീവി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിരുവി വെച്ചിരിക്കുന്ന തേങ്ങയും ഇട്ട് കൊടുക്കും. 1-2 ഏലക്കയും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ വിരവി എടുക്കണം. അപ്പോഴേക്ക് ഇതെല്ലാം കൂടെ അതിലൊന്ന് മിക്സ് ആവും. പിന്നെ ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ താമരയില, വട്ടത്താമരയില. നമ്മളിവിടെ വട്ടത്താമരയില എന്നാണ് പറയണത്. പിന്നെ അങ്ങോട്ടൊക്കെയാണ് വട്ടയില എന്ന് പറയണത്. ഇത് രണ്ടും എന്താണെന്ന് എനിക്കറിയില്ല. ഈ വട്ടയിലയുടെ കൂട്ടത്തിൽ എങ്ങനെ ഒരു താമര കയറിയെന്നും അറിയില്ല. ഇത് നമ്മുടെ ചിലപ്പോൾ സ്വന്തം ലോക്കൽ ഭാഷയായിരിക്കും വട്ടത്താമര എന്ന് പറയണത്. അപ്പോൾ അതിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇലകളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഇനി ആ വെള്ളമൊക്കെ നല്ല തിളച്ചതിന് ശേഷം ഈ മാവിലേക്ക് ഒഴിച്ച് മാവ് നല്ല പദം വരുത്തിയെടുക്കണം. അതാണ് അടുത്ത കാര്യം. അപ്പോൾ ഈ ചപ്പാത്തി, ഇലയപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് അതിൽ കുറച്ച് മാവ് കേശുവിനും കൂടെ വേണം. അപ്പോൾ അമ്മ അത് അമ്മയുടെ അടുത്ത് വന്ന് ഇരുന്നിട്ട് അതിലെ മാവെല്ലാം എടുത്ത് അവനും ഒരു ഇല കൊടുത്തു മോന്. അപ്പോൾ മോനും പരത്തിക്കൊണ്ടിരിക്കുകയാണ്, അമ്മ ഇവിടെ പരത്തൊക്കെ നടക്കുകയാണ്. ഇത് രണ്ടും നോക്കി ഞാൻ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം നല്ല മോനായിട്ടിരുന്നാണ് ഈ മാവൊക്കെ പരത്തിക്കൊണ്ട് വന്നത്. അതിനുശേഷം ആളിൻ്റെ സ്വഭാവം കുറച്ചങ്ങ് മാറി. പിന്നെ എല്ലാ മാവും കൊടുക്കണം, പരത്തി വെച്ചിരിക്കണത് കൊടുക്കണം, അങ്ങനെയൊക്കെ ഡിമാൻഡുകൾ വന്നപ്പോഴേക്ക് നമ്മളിപ്പോൾ അതൊക്കെ നൈസായിട്ട് കേശുവിനെ അവിടെ നിന്ന് ഒഴിവാക്കി. പിന്നെ ഇതിലെല്ലാത്തിലും മാവ് കണ്ടില്ലേ, നല്ല തിൻ ലെയറായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി നമ്മൾ തേങ്ങ തിരുവി വെച്ചിട്ടുണ്ട്, അതിലേക്കുള്ള ബാക്കി സംഭവങ്ങളൊക്കെ ചേർക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് താമരയിലെന്ന് വട്ടത്താമരയെന്ന് പറയണത് എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഞങ്ങളിവിടെ എല്ലാവരും വട്ടത്താമരയെന്ന് തന്നെയാണ് പറയാറുള്ളത്. പിന്നെ അങ്ങോട്ടാണ് വട്ടയിലയെന്ന് പറയണത്. വട്ടയിലയെന്ന് പറയണ സംഭവം ഇതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്നതിലുകൊണ്ട് യാതൊരു ഉപയോഗങ്ങളും ഇതിനില്ല. പിന്നെ ഇതിൻ്റെ കമ്പ്, ഈ വട്ടത്താമര ഇലയുടെ കമ്പ് തീപ്പെട്ടിക്കൊള്ളിയുടെ കമ്പൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുമെന്നാണ് പറയണത്. അങ്ങനത്തെ അമ്മ പരത്തി ഏകദേശമൊക്കെ തീരാറായി. കുറേ സമയം എടുക്കുമെന്ന് ഇതിങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് മടിച്ച് കളയണത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴെങ്കിലും ഉണ്ടാക്കിയൊക്കെ കഴിക്കാമായിരുന്നു. തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പീരയിൽ ശർക്കരയെ ചേർത്ത് ഏലക്ക ചേർത്ത് ഈ സംഭവങ്ങളൊക്കെ ചേർത്ത് പിന്നെ അവിൽ നനച്ചതും കൂടെ അവിൽ ചേർത്തിട്ടുണ്ട്. അവിലും കൂടെ നനച്ചിട്ട് ഇതെല്ലാം കൂടെ ചേർത്താണ് ഈ ഇലകളിൽ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇനി ഓരോ ഇലകളായിട്ട് അമ്മ മാവ് നനച്ചല്ല പരത്തി വെച്ചിരിക്കണം ഓരോ ഇലകളായിട്ട് എടുത്തിട്ട് അതിങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. മോനും ഇലയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഇലയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അമ്മ അത് റെഡി ആയില്ലേ, കഴിച്ചോളാൻ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ തട്ടിലല്ലാണ്ട് ഇതുപോലൊരു സംഭവം ഉണ്ടെങ്കിൽ ഇതിലങ്ങ് അടുക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് വെക്കാനായിട്ട് ഒത്തിരി പാടുപെട്ടു. നല്ല തീ ഇങ്ങനെ കയ്യിലടിച്ച് കയറിയായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് വേവിക്കണം. അടുത്ത് ഇനി ഇതേപോലെ ഒരു പ്രാവശ്യത്തേക്കും കൂടെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മാവ് തീരാറായി ബാക്കി സംഭവങ്ങളൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇലയും ഇല്ലെങ്കിൽ നമ്മൾ ബാക്കി അതിനെ ഇതേപോലെ ഉണ്ടയാക്കി എടുക്കും. ഈ ശർക്കരയും തേങ്ങയും അവിലും ഒക്കെ അതിനകത്ത് വെച്ചിട്ട് ഇതുപോലെ ഉണ്ട പിടിച്ച് വെക്കും. ഇതും ഭയങ്കര രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അമ്മ ഒരു 4 ഉണ്ടയും ഉണ്ടാക്കി, ബാക്കി ഇടിയപ്പം ഉണ്ടാക്കി. അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു അതിന്.
അങ്ങനെ കുറച്ചധികം സമയത്തോടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇലയപ്പവും അതുപോലെ തന്നെ ഇലയപ്പത്തിന് ഇലയട എന്നൊക്കെ പറയാറുണ്ട്, നമ്മൾ പറയാറ് ഇലയപ്പം എന്നാണ്. അതുപോലെ തന്നെ ഉണ്ടയും റെഡി ആയിട്ടുണ്ട്. അമ്മ ഇതിനെ തൊറുണ്ട എന്ന് അങ്ങനെ എന്തുവാണ് പറയണത്, അത് നല്ല ടേസ്റ്റാണ്. ഈ ഉണ്ട അവിച്ചതൊക്കെ കണ്ടപ്പോഴേക്കും കോവിഡിൻ്റെ ഓർമ്മയാണ്. പണ്ട് ആ കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ ഒരു ഷെഡുണ്ട്, അവിടെ ഇങ്ങനെ അവിടെയായിട്ട് എല്ലാവരും കൂടെ വന്നിരിക്കും. എന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിക്കും. അപ്പോൾ ചേട്ടനും കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങളായിരുന്നു ഇങ്ങനെ കോവിഡ് സമയത്ത് ഇതേപോലെ ഉണ്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരങ്ങളിൽ ചായയൊക്കെ ആയിട്ട് എല്ലാവർക്കും കൂടെ കൊടുക്കുമായിരുന്നു. കോവിഡ് ഒരു വലിയ നഷ്ടവും വൻ കാര്യങ്ങളും എന്താ പറയട്ടെ, ഒരു ഭയങ്കര ഭീകരനും ഒക്കെ ആയിരുന്നെങ്കിലും ആ ഒരു സമയത്തുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആലോചിക്കുമ്പോഴേക്കും നല്ല രസമുണ്ടായിരുന്നു. ആർക്കും ലോണുകളും കാര്യങ്ങളും ഒന്നും അടയ്ക്കേണ്ട, ഒരടവും കാര്യങ്ങളും ഒന്നുമില്ല, മനസ്സൊക്കെ ഫ്രീ ആയിട്ട് വയ്ക്കാം. ജോലി ഇല്ലെങ്കിൽ പിന്നെ ശരി തന്നെ, നമുക്ക് ഷോപ്പൊക്കെ എത്ര നാൾ അടച്ചിരുന്നു, നമുക്ക് ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല, നമുക്കെന്നല്ലല്ലോ, എല്ലാവരും തുല്യരായിട്ട് ഒരേപോലെ ഇരിക്കുകയല്ലായിരുന്നു. അപ്പോൾ ചേട്ടനിങ്ങനെ ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും അയ്യോ ഇന്ന് ഷോപ്പ് തുറക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ പുരുഷായുസ്സിൽ ഇനി നിങ്ങൾക്ക് ഇതേപോലെ വിശ്രമം കിട്ടണ ഒരു ദിവസം ഒരു സമയം ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമുക്കിതിനെ ഒന്നങ്ങ് കുറച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. വേറെ ഒരു കാര്യങ്ങൾ നമുക്ക് ഇതിപ്പോൾ നാളെ ഇനി കഴിക്കാനായിട്ട് ആഹാരം ഇല്ലെന്നോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാൻ പൈസ ഇല്ലെന്നോ അതിനൊക്കെയുള്ള ലോൺ അടച്ചില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ഇല്ലാണ്ടുള്ള ഒരു സമയമല്ലായിരുന്നു. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അതൊരു നല്ല ദിവസങ്ങളായിട്ടാണ് തോന്നണത്. അങ്ങനെ ഇനി അമ്മ ചക്കയൊക്കെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ, ഇനി ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. ഇലയപ്പവും അതുപോലെ തന്നെ ഉണ്ടയൊക്കെ അവിടെ റെഡിയായിരിക്കണം. അത് വെച്ചിട്ടാണ് ഇതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിനെ എല്ലാത്തിനെയും ഇനി ഒന്ന് മൂപ്പിച്ചെടുക്കണമല്ലോ. അപ്പോൾ എല്ലാ ചക്ക കൊണ്ടും നമുക്ക് ഇതേപോലെ ചക്ക വറ്റലുണ്ടാക്കാനൊന്നും പറ്റൂല. ചിലതാണെങ്കിൽ ഭയങ്കര കട്ടിച്ചുളയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ മൂത്ത് വരില്ല. അപ്പോൾ ചിലത് മാത്രമാണ് നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടണത്. ആ കറക്റ്റ് ചക്കയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നന്നായിട്ട് നമുക്ക് ഇതേപോലെ ചക്കവറ്റലൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ മോനും ഇത് ഭയങ്കര ഇഷ്ടമാണ് ചക്കവറ്റലൊക്കെ. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഒക്കെ റെഡിയായി. ഇലയപ്പവും ഉണ്ടയും റെഡിയായി, അതുപോലെ തന്നെ നമ്മുടെ ചക്കവറ്റലും റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസമായി ഈ ചീനിച്ചട്ടി എടുത്തിട്ട്, അപ്പോൾ ഇന്ന് ആ ചീനിച്ചട്ടിക്കകത്തിട്ട് ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കുറച്ച് എണ്ണ കൂടുതലായി പോയാലും പെട്ടെന്ന് നമുക്കിത് എല്ലാം കൂടെ ഒന്ന് വറുത്തൊക്കെ എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കുറച്ച് വറുത്തപ്പോൾ തന്നെ കൊതിയായി അത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണല്ലോ ചക്കവറ്റലിന്. അപ്പോൾ കേശുവും കൂടെ ഒന്ന് ചോദിക്കുന്നുണ്ട്, അമ്മയെ റെഡിയായോ എന്ന്. ഇനി ചായയും കൂടെ ഇടണം, ഇതിന് വൈകുന്നേരത്തേക്കുള്ളതല്ലേ. അപ്പോൾ ഒരു ചായയും കൂടെ ഇട്ടിട്ട് ചക്കവറ്റലും വാഴയ്ക്കപ്പോലെ ഇലയപ്പമൊക്കെ ആയിട്ട് ഇനി ഒന്ന് കഴിക്കണം. ചായ തണുത്ത് പോകുന്ന മുമ്പ് തന്നെ ചായയൊക്കെ റെഡിയായി. അപ്പോൾ ചായ തണുത്ത് പോകുന്ന മുമ്പ് ഇതൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കിയാൽ മാത്രമേ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ചിലപ്പോൾ പിന്നീട് ആയിക്കഴിഞ്ഞാൽ നമുക്കത് തോന്നൂല. ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു കടിയും കൂടെ കിട്ടിയാൽ അതിൽ പരം ഒരു സന്തോഷം വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ, ചേട്ടൻ ഷോപ്പിലാണ്. അപ്പോൾ ചായയും അത്ര ക്വാണ്ടിറ്റിയിൽ ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം വെച്ചിട്ട് ചായ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെയും കൂടെ ഒന്ന് പൊരിച്ചെന്നല്ല വറുത്തും കൂടെ കോരി എടുക്കണം. അതും കൂടെ ആയാൽ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ ഞാൻ അപ്പോഴപ്പോഴും കഴുകി വെച്ചില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണ് വേണം. നാളെ ആകുമ്പോഴേക്കും ഒരു കുന്ന് പാത്രങ്ങൾ കാണും. അപ്പോൾ ഇനി ഇതൊന്ന് കഴിച്ച് നോക്കണം. ഭയങ്കര ചൂടായിരുന്നു, വായൊക്കെ പൊള്ളിപ്പോയി. എന്നാലും ഞാൻ വിടാനായിട്ട് ഉദ്ദേശിക്കണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് എഫ്ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.